ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഫ്രീഡേ ആയതുകൊണ്ട് ഇന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. പുറത്തോട്ട് പോകുന്ന കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഏറെക്കുറെ ഹെവന് മനസ്സിലാവും. പണ്ടൊക്കെ ആണെങ്കിൽ എവിടെയും പോകുക എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നള്ളിച്ച് കൊണ്ടുപോകണം. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം അവന് മനസ്സിലാവും എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ തന്നെ പിന്നെ എല്ലാത്തിനും ഉത്സാഹമാണ്. ഓടി നടക്കുന്നത്, അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്, അതുപോലെ തന്നെ കുളിക്കാനും ഡ്രസ്സ് മാറാനൊക്കെ നല്ല ഉത്സാഹമാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ നോക്കുകയാണ്. തോണിക്കടവ്, കരിയത്തമ്പാറ, കക്കയം ഡാം ഇതായിരുന്നു വിചാരിച്ചത്. കക്കയം ഡാമിലോട്ടൊക്കെ പോയിട്ട് കുറേ ആയി. പക്ഷേ ആ സമയത്തുള്ള വെയിൽ കണ്ടിട്ട് പതുക്കെ ഞങ്ങൾ പ്ലാനൊന്ന് മാറ്റി ഡയറക്റ്റ് കോഴിക്കോടേക്ക് വിട്ടു. വണ്ടിയിൽ കയറിയത് ഹെവൻമോൻ അപ്പത്തിന് ഉറങ്ങാൻ തുടങ്ങി. ഞാൻ രാജ്യം ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കഥകൾ ഒരുപാട് പറഞ്ഞുകൊണ്ടായിരിക്കും. നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ള ചിന്തയിലായി. കൂടുതലായിട്ടൊന്നും ആലോചിക്കുന്നില്ല. നേരെ വിട്ട് റഹ്മത്തേക്ക്. എവിടെയൊക്കെ പോയിരുന്നാൽ പിന്നെ ആ വഴി പോകുന്നതിലും വരുന്നവരോടൊക്കെ സംസാരിക്കണം. എല്ലാവരുടെയും ലോക്യം പറയണം. നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഹോട്ടലിൽ പോയി ഇരുത്തിയിട്ടും ഒരു കാര്യമില്ല. തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി പോകാനൊക്കെ നോക്കുന്നുണ്ട്, ഓടാനും പോകുന്നുണ്ട്. അങ്ങനെ ഫുഡ് കൊണ്ടുവച്ചപ്പോൾ ഒരു പൊടിക്ക് അടങ്ങിയിട്ടുണ്ട്. ഫുഡ് കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് നല്ല കൊതിയായി തുടങ്ങി. തൈര് ഭയങ്കര ഇഷ്ടമാണ്, സാലഡ് പ്രത്യേകിച്ച്. രണ്ടും കഴിക്കും, ഒരുപാട് കഴിക്കും. എത്ര കൊടുത്താലും കഴിക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പതുക്കെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത് പിന്നെ ആൾ പതുക്കെ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിക്കുന്നവരും മെസ്സേജ് അയക്കുന്നവരൊക്കെ പറയുന്ന കാര്യമാണ് എപ്പോഴാണോ കോഴിക്കോട്ടേക്ക് വരുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും ഒന്ന് പാരഗണിൽ പോകണം, അതുപോലെ തന്നെ റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം. ഈ രണ്ട് ആഗ്രഹങ്ങളാണ് ഒരുവിധപ്പെട്ട എല്ലാവരും പറയാറ്. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട്ടേക്ക് വരുന്നതെന്ന് തീർച്ചയായിട്ടും വിളിക്കണം. എന്തായാലും ഞങ്ങളെ വക നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ഉണ്ടാവും അവിടെ. എല്ലാം കൂടി ഫുഡ് കഴിച്ച് മക്കളെ അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ലുലു മാൾ ഓർമ്മ വന്നത്. നേരെ അങ്ങോട്ട് വിട്ട് വേറൊന്നല്ല, ഈ ചക്കൻ ഇവിടെ നിൽക്കുന്നില്ല. അവൻ വെയിലത്തോട് ഓടി കളിക്കാൻ നോക്കുകയാണ്. അതാകുമ്പോൾ ഉള്ളിൽ നിന്ന് ഓടി കളിക്കാമല്ലോ. അതുകൊണ്ട് നേരെ വിട്ട് ലുലു മാളിലോട്ട്.
ഹെവൻ്റെ ഓട്ടോ ചോട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരുപാട് ലേറ്റായി. പിന്നെ അധികം അവിടെ സ്പെൻഡ് ചെയ്തില്ല, പതുക്കെ ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ്. കുറേ പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും കുറച്ച് സമയം ബാലൻസ് ഉള്ളതുകൊണ്ട് നേരെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നേരെ ബാലുശ്ശേരിക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അങ്ങനെ ബാലുശ്ശേരി സൈഡാക്കി ഞങ്ങളൊരു കുൾബാറിൽ കയറി. അപ്പോൾ അവിടുന്ന് കോഫിയാണ് ഓർഡർ ചെയ്തത്. കുഞ്ഞാക്കി കോഫി കുറച്ചൊരു സ്പൂണിൻ്റെ അകത്ത് കോരി കൊടുത്തു. ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അധികം കൊടുക്കാൻ നിന്നില്ല. പിന്നെ അവന് വേണ്ടി ഒരു ക്യാരറ്റ് കേക്ക് വാങ്ങിയിരുന്നു. പക്ഷേ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവന് ചിക്കൻ റോൾ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് തല്ലുപിടി ഉണ്ടാക്കിയിട്ട് അവൻ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇപ്പം പഴയ പോലെ എരിവൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. കൊടുത്താലും അവൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നതിന് മാൻ്റെ വീട്ടിലോട്ടാണ്. അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കണ്ടു. ഒരുപാട് സന്തോഷമായി. ഞങ്ങളെ തീരെ അവർ പ്രതീക്ഷിച്ചില്ല. അവിടെ ചെന്നപ്പോൾ മാമിയുടെ വക വീണ്ടും ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കഴിച്ച് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളതിന് നിന്നില്ല. ഓൾറെഡി ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം നിൽക്കാൻ നിന്നില്ല. ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബായ്.